നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ SFIയെ നേരിട്ട രീതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മലയാളികൾ കണ്ടതാണ്. നടുറോഡിലടക്കം കുത്തിയിരുന്ന പ്രതിഷേധിക്കാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചിട്ടില്ല. SFI നേതാക്കളെ കണ്ടോ കരിങ്കൊടി കണ്ടോ ഒന്നും തന്നെ അദ്ദേഹം തിരിഞ്ഞോടിയിട്ടുമില്ല. അതേ രീതിയിൽ തന്നെയാണ് പുതുതായി വന്നിരിക്കുന്ന ഗവർണറും. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ചേംബറിൽ SFI പ്രവർത്തകർ ഉപരോധം നടത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടറോടും VCയോടും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ. 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകിയിരിക്കണമെന്ന ശാഠ്യം പിടിച്ചിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ. അതായത് എവിടെയും കയറി എന്തും ചെയ്യാമെന്ന ധിക്കാരത്തിന്റെ മുന ഒടിച്ചിരിക്കുകയാണ് ഗവർണർ എന്ന് വേണമെങ്കിൽ പറയാം. VCയെ RSSന്റെ സർഗചാലക് എന്ന് വിശേഷിപ്പിച്ചും ചിത്രങ്ങളോടെയുള്ള പോസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഒട്ടിച്ചുമൊക്കെയാണ് പ്രതിഷേധം നടത്തിയത്. ത്രിതല സുരക്ഷ മറികടന്ന് SFI പ്രവർത്തകർ VCയുടെ ചേംബറിൽ അതിക്രമിച്ച് കടന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിക്രമത്തിന്റെ ചിത്രങ്ങൾ VC ഗവർണർക്ക് കൈമാറിയിരുന്നു. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല കാര്യങ്ങളിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള വിശദീകരണം തേടിയിരിക്കുന്നത്. അതും SFIയുടെ നെഞ്ചത്തിട്ട് കുത്തിക്കൊണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള സർവകലാശാല ക്യാമ്പസിൽ പന്തല് കെട്ടി സമരം ചെയ്യുന്ന SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിലാണ് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. VC ഇന്നും യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടില്ല. വിഷയത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാനാണ് VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സംഘം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വളപ്പിൽ കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റാൻ VC നിർദ്ദേശിച്ചിട്ട് നടപടി കൈക്കൊള്ളാത്തതും വിദ്യാർത്ഥികൾ VCയുടെ ചേംബറിൽ അതിക്രമിച്ചു കടന്ന പോസ്റ്ററുകൾ പതിപ്പിച്ചതും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്നും അതിന്റെ ഉത്തരവാദികൾക്കെതിരെ രജിസ്ട്രാർ നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും. എന്തായാലും യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഫലം പ്രഖ്യാപിക്കാത്തത് എന്ത് എന്ന ചോദ്യം ആവർത്തിക്കുകയാണ് SFI ഇവിടെ. സെനറ്റ് ഹൌസ് ക്യാമ്പസിലെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിന് VC നിർദ്ദേശം നൽകിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ ചെറുതായി അങ്ങോട്ടൊന്ന് മാറി ദിവസങ്ങൾ പിന്നിട്ടു. പക്ഷെ ഇപ്പോഴും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മുമ്പ് ആർഷോയെ പോലീസ് സമരത്തിനിടയിൽ തൂക്കിക്കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ പാവം പിള്ളേർ അവിടെ കിടന്നു പോട്ടെ, സമരം ചെയ്തുകൊണ്ട് പോട്ടെ, മഴയും വെയിലും കൊള്ളാതെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കേരള പോലീസ് കാണിക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ആറ്റിറ്റ്യൂഡ് അത് എങ്ങനെയും മാറ്റാൻ തന്നെയാണ് ഗവർണറിന്റെ തീരുമാനം. എന്തായാലും പോലീസിൽ അറിയിക്കുന്നതിലെ വീഴ്ചയെക്കുറിച്ച് VCയുടെ ചേംബറിൽ കടന്നുകയറിയതിലൂടെ സുരക്ഷാ പാളിച്ചയുണ്ടായതിനെ കുറിച്ചുമൊക്കെയാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. സർവകലാശാല ക്യാമ്പസിൽ പന്തല് കെട്ടാൻ അനുവദിച്ച സുരക്ഷാ ജീവനക്കാർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു സത്യം കൂടിയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:15 VCയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ SFI പ്രവർത്തകർ 2 മണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ചത്. 4 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. VCയുടെ ഓഫീസിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിന് സമരക്കാർക്കെതിരെ കേസെടുത്തിട്ടുമില്ല ഇതുവരെ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച 3 കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാലാണ് സർവകലാശാലയ്ക്ക് തീരുമാനമെടുക്കാനാവാത്തത്. തെരഞ്ഞെടുപ്പിന്റെ രേഖകൾ സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ടതിനാലാണ് ഫലം വിജ്ഞാപനം ചെയ്യാൻ കഴിയാത്തത് എന്ന് VC ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം വഴി നൽകിയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടത്തുന്നതിന് മുൻപ് യൂണിയൻ നിലവിൽ വരണമെന്നാണ് SFIയുടെ ആവശ്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായിരിക്കും ഗവർണർ നൽകുന്ന വിശദീകരണം എന്ന് അറിയേണ്ടതുണ്ട്. അതിന്മേൽ ഗവർണറുടെ നടപടി എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും വ്യാഴാഴ്ച കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ, നാളെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഈ ഒരു സംഭവ വികാസങ്ങളിൽ കോടതിയുടെ ഇടപെടൽ എന്നതുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. എന്തായാലും SFI യൂണിവേഴ്സിറ്റിയിൽ കിടന്ന് എന്ത് കാണിച്ചാലും അത് കയ്യും കെട്ടി കണ്ണും കെട്ടി നോക്കി നിൽക്കുന്ന പോലീസ് സംഘം നമുക്കുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരുവിധ സംശയവുമില്ല. അത് പകൽ പോലെ സത്യവുമാണ്. എന്തായാലും പുതിയ ഗവർണർ ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ഒരു വിശദീകരണം തേടുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്തൊക്കെ ആയി മാറുമെന്ന് കണ്ടറിയണം.